Hi, hello all, welcome to my YouTube channel. The Voice of the Mountain written by Mamang Dai ആണ് നമ്മളത് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ദി പോയറ്റ് മമങ് ദായ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പോയറ്റാണ്, നോവലിസ്റ്റാണ്, ആൻഡ് ഷീ ഈസ് ഓൾസോ എ ജേർണലിസ്റ്റ്. അരുണാചൽ പ്രദേശിലെ റൈറ്ററാണ് അവർ. സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് 2017. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള നോവലാണ് ബ്ലാക്ക് ഹിൽ. ഈ ബ്ലാക്ക് ഹില്ലാണ് സാഹിത്യ അക്കാദമി അവാർഡ് 2017 അവർ റിസീവ് ചെയ്തത്. ഓക്കെ, ആൻഡ് വേറെ അത് നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുന്നത് ഇവരുടെ റിവർ പോംസ് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്. അതുപോലെ തന്നെ ദ സ്കൈ ക്വീൻ, സ്റ്റുപ്പിഡ് ക്യൂപ്പിഡ്, ഇതൊക്കെയാണ് അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതർ വർക്ക്സ്. പത്മശ്രീ റിസീവ് ചെയ്തിട്ടുണ്ട് 2011. സോ ഇവർ IAS-ലൊക്കെ ഇവരെ സെലക്ട് ചെയ്തതാണ് 1979 ബാച്ചിലൊക്കെ. പക്ഷേ അവർ ആ ഒരു പോസ്റ്റ് ലീവ് ചെയ്തിട്ട് ജേർണലിസ്റ്റ് ആവാൻ വേണ്ടി പോയി. സോ ഷീ വാസ് ദി ഫസ്റ്റ് വുമൺ ഫ്രം ഹർ സ്റ്റേറ്റ് ടു ബി സെലക്ടഡ് ഫോർ IAS. ഓക്കെ, ആ ഒരു ഇറ്റാനഗർ അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിൽ നിന്ന്. ആൻഡ് റേഡിയോ ആസ് വെൽ എസ് TV-യിലൊക്കെ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആങ്കറായിട്ടും ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ WWF-ൽ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈസ്റ്റേൺ ഹിമാലയാസ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് പ്രോഗ്രാമിലൊക്കെ ഇവർ ഉണ്ടായിരുന്നു, ഇവർ ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ഇറ്റാനഗർ പ്രസ് ക്ലബിലൊക്കെ ഇവർ ഫോർമർ സെക്രട്ടറി ആയിരുന്നു. ഓക്കെ, ആൻഡ് വർക്ക്സ് എന്ന് പറയുന്ന ഒരുപാട് നോൺ ഫിക്ഷണൽ വർക്ക്സ് ഇവർ എഴുതിയിട്ടുണ്ട് അരുണാചൽ പ്രദേശിനെ കുറിച്ച്. മോസ്റ്റ്ലി ഇവരുടെ വർക്കിനകത്ത് വരുന്നതെല്ലാം മൗണ്ടൻസ് ആണ്. അപ്പോൾ ഇവർ എഴുതി തുടങ്ങിയപ്പോൾ ആദ്യമേ റൊമാൻറ്റിക് വേർഡ്സും സ്റ്റോറീസും ഒക്കെ ആയിരുന്നു എഴുതി തുടങ്ങിയത്. പിന്നീട് അവർ ലാർജർ റിയാലിറ്റിയിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതായത് ഈ ടൗൺസ്, അതായത് ആ വില്ലേജിലും പിന്നെ അതുപോലെ തന്നെ റിമോട്ട് ഏരിയാസിലൊക്കെ താമസിക്കുന്ന ആ ഒരു ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ ഇവർ എഴുതാൻ തുടങ്ങി. ആൻഡ് ഇതൊക്കെയാണ് അവരെക്കുറിച്ചുള്ള ഒരു കുറച്ച് ബയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് ദ വോയിസ് ഓഫ് ദി മൗണ്ടൻ എന്നുള്ള ഒരു പോം നോക്കാം. ദ വോയിസ് ഓഫ് ദ മൗണ്ടൻ എന്ന് പറയുന്നത് മൗണ്ടൻ്റെ ടൈംലെസ് സ്പിരിറ്റിനെയാണ് കാണിക്കുന്നത്. അതായത് ഒരു മൗണ്ടൻ എങ്ങനെയാണ് നേച്ചറിനെ കാണുന്നത്, അല്ലെങ്കിൽ ലൈഫിനെ എങ്ങനെയാണ് കാണുന്നത്, ഒരു മൗണ്ടൻ എങ്ങനെയാണ് ഒരു ഗാർഡിയൻ സ്പിരിറ്റായിട്ട് മാറുന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ലൈഫിനെ നമ്മൾ നേച്ചറിലൂടെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നേച്ചറിൻ്റെ ലെൻസിലൂടെ നമ്മൾ ലൈഫിനെ എങ്ങനെ കാണുന്നു, അതാണ് ഈ ഒരു പോം നമ്മളെ ടീച്ച് ചെയ്യുന്നത്. അപ്പം ഒരു മൗണ്ടൻ്റെ അൺഹേർഡ് വോയിസസ് എന്താണ്, അല്ലെങ്കിൽ ഈ മൗണ്ടൻ എന്ന് പറയുന്നത് ആ ഒരു ലാൻഡിൻ്റെ തന്നെ ഒരു കൈൻഡ് ഓഫ് ഗാർഡിയൻ സ്പിരിറ്റാണ്. അപ്പം ഈ ഒരു യൂണിവേഴ്സൽ അപ്രോച്ച് പോലെ ലൈഫിനെ കുറിച്ച്, അല്ലെങ്കിൽ മീനിങ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ മീനിങ് ഓഫ് ദ വേൾഡ് ആണ് ഇതിനകത്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ മൗണ്ടൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഓഫ് എ സ്പിരിറ്റ് ദാറ്റ് ഗൈഡ്സ് ഹ്യൂമാനിറ്റിയെ കൊണ്ടുപോകുന്ന, മുന്നോട്ട് നയിക്കുന്ന ഒരു സ്പിരിറ്റ് പോലെയാണ് കാണിക്കുന്നത്. അതായത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇമേജറിയും ഒരുപാട് സിംബോളിസംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നേച്ചറിൻ്റെ ആ ഒരു ഈക്വാളിറ്റി, ആ ഒരു ഇഗാലിറ്റേറിയൻ ക്വാളിറ്റി ഉണ്ടല്ലോ നേച്ചറിനുള്ള, അല്ലാതെ എല്ലാത്തിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അതാണ് ഇവിടെ മൗണ്ടനിലൂടെ കൊണ്ടുവരുന്ന ഇമേജ് എന്ന് പറയുന്നത്. ഇപ്പം മൗണ്ടൻ്റെ ലാംഗ്വേജ് എന്താണ്, അതിൻ്റെ പാസ്റ്റ് എന്താണ്, അതിൻ്റെ പ്രസൻറ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു മൗണ്ടൻ്റെ ഐസിലൂടെ, ഒരു ഏൻഷ്യൻ മൗണ്ടനാണ് ഒരു സ്ഥലത്തിരിക്കുന്ന, അപ്പോൾ ഏൻഷ്യൻ മൗണ്ടനിലൂടെ നമ്മുടെ അതിൻ്റെ കണ്ണുകളിലൂടെ വേൾഡ് വ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സ്പീക്കർ എന്ന് പറയുന്നത് മൗണ്ടൻ ഇറ്റ്സെൽഫാണ്. അത് പൊയറ്റിക് വേർഡ്സിൽ അട്ടർ ചെയ്യുന്നത് പോലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് പേഴ്സണാലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഓൾഡ് മാനിൻ്റേതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അനദർ വൺ എന്ന് പറയുന്നത് ഒരു ഓൾഡ് ലേഡിയുടെ കണക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറയുന്നത് 9 സ്റ്റാൻസ പോമാണ്. പിന്നെ റെഗുലർ സ്റ്റാൻസ അല്ലെങ്കിൽ റെഗുലർ ലൈൻസ് ഒന്നും അല്ല. പിന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ളൊരു പ്രഡിക്റ്റബിൾ ആയിട്ട് നമുക്ക് തോന്നത്തില്ല ലൈൻസിൻ്റെ കാര്യത്തിൽ. പിന്നെ ഫസ്റ്റ് പേഴ്സണയിലാണ് പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഒരു ലിറിക് പോയത്തിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. പിന്നെ ഒരു സിംഗിൾ തീമാണ് ഈ ഒരു പോയം സംസാരിക്കുന്നത്. അതുകൊണ്ട് ഓടെന്നുള്ള പോയറ്റിക് ആ ഒരു ജേണറിനെ പോലെ കുറച്ച് സിമിലാരിറ്റി ഉണ്ട് ഓടെന്നുള്ള പോയം, ODE. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് റൈം സ്കീം ഇല്ല, പക്ഷെ ഒരു ഇന്റേണൽ റിതം ഉണ്ട്. അപ്പോൾ ആ ഒരു ഇന്റേണൽ റിതമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു പോയത്തിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ലിറ്ററി ഡിവൈസസ് എന്ന് പറയുമ്പോൾ പേഴ്സോണിഫിക്കേഷൻ, മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട്, അലിട്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, റെപ്പറ്റീഷനൊക്കെ ഉണ്ട്. ആൻഡ് കുറച്ച് എപ്പിഗ്രംസ് ഉണ്ട്. എപ്പിഗ്രംസ് എന്ന് പറയുമ്പം ഈ ഷോർട്ടായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ വളരെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. പിന്നെ പാരഡോക്സ് ഉണ്ട്, ഐറണി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പോയറ്റ് ടോക്സ് അബൌട്ട് ദി മൗണ്ടൻ. മൗണ്ടൻ എന്ന് പറയുന്ന ഒരു ഹയർ പ്ലാറ്റ്ഫോമാണ്, ലൈക്ക് എ ഗോഡാണ്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഗോഡ് പോലെയാണ് മൗണ്ടൻ എന്നാണ് പറയുന്നത്. അപ്പം ഒരു ഹൈ പ്ലാറ്റ്ഫോമാണ്. ആൻഡ് അതുപോലെ തന്നെ മൗണ്ടൻ പറയുവാണ് അതിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു റിവർ ഒഴുകുന്നുണ്ട്.
ആ റിവറിലൂടെ പോകുന്ന ഫെറി ബോട്ട്സ് ഉണ്ടല്ലോ, ആ ബോട്ട്സിൻ്റെ ലൈറ്റ് ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ് ക്രോസ് ആയി പോകുന്നത് അതിന് കാണാൻ വളരെയധികം ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ക്രിസ് ക്രോസ് പോകുന്ന ലൈറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതൊരു എക്സ് പോലെയാണ്. ഈ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ, അപ്പോൾ ഈ നമ്മൾ ദൂരെ നിന്ന് മൗണ്ടനിൽ നിന്ന് നോക്കുമ്പോൾ മൗണ്ടന് തോന്നുന്നത് എന്താണ്, ലൈറ്റുകൾ കുറുകെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെ. അപ്പം സ്റ്റാൻസ 2 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മൗണ്ടൻ പറയുവാണ്, എനിക്ക് ഇവിടെയുള്ള ടൗൺസിനെ കുറിച്ചും റിവറിൻ്റെ ആ ഒരു കോസ്റ്റൽ ഏരിയാസിനെ കുറിച്ചും ഒക്കെ എനിക്ക് നല്ലപോലെ അറിയാം. മൗണ്ടന് ഒരു ഗോഡ് ലൈക്ക് വ്യൂ ആണുള്ളത്, ഒരു ഒംനീഷ്യൻ്റ് വ്യൂ ആണ് ഇവിടെ പോയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു അപ്പം മൗണ്ടൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈക്വൽ ടു ഓൾമൈറ്റി അല്ലെങ്കിൽ ഈക്വൽ ടു ഗോഡിനെ പോലെ എല്ലാം ഇങ്ങനെ അറിഞ്ഞ് കണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് മൗണ്ടൻ പോയിന്റ് ചെയ്യുന്നത് സീയിലോട്ടാണ്. അപ്പോൾ മൗണ്ടൻ പറയുവാണ്, ആ ഒരു സ്കൈയുടെ കളറെല്ലാം എനിക്ക് ഈ സീ വാട്ടറിൽ റിഫ്ലക്റ്റഡ് ആയിട്ട് ദൂരെ നിന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ അദ്ദേഹം പോയിട്ട് ഉദ്ദേശിക്കുന്നത് അവരെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റഫോറിക്കലി അവർ വേൾഡിൽ ഹാപ്പൻ ചെയ്യുന്ന ഓരോ അതായത് ഓരോരുത്തരുടെ ലൈഫിൽ ഹാപ്പൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓരോ ദിവസത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഓരോ ദിവസം എന്ന് പറയുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സാണ് നമ്മുടെയൊക്കെ ഓരോ ലൈഫിൽ അല്ലേ. അപ്പോൾ ആ ചാപ്റ്റേഴ്സിനെ കുറിച്ച്, മാറിക്കൊണ്ടിരിക്കുന്ന ടൈമിനെ കുറിച്ചാണ് ഇവരിവിടെ പറയുന്നത്. അതായത് സ്കൈയിൽ കളേഴ്സ് മാറുന്നത് റിഫ്ലക്റ്റഡ് ആയിട്ട് എനിക്കിവിടെ സീയിൽ കാണാം എന്നാണ് പറയുന്നത്. പിന്നെ പാസ്റ്റ് എപ്പിസോഡ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സീയിൽ ഹാപ്പൻ ചെയ്യുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിന് ഹാപ്പൻ ചെയ്യുന്ന ചേഞ്ചസ് ആർക്ക് കാണാൻ സാധിക്കുന്നു, മൗണ്ടന് കാണാൻ സാധിക്കുന്നു. അതായത് നേച്ചറിന് കാണാൻ സാധിക്കുന്നു. മൗണ്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിപ്രസെൻറ്റ്സ് നേച്ചർ. സോ ഒരുപാട് കാര്യങ്ങൾ, പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുവാണ് മൗണ്ടൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സ്റ്റാൻസ 3 എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ ടോക്സ് അബൌട്ട് എ യങ് മാൻ. ഇനി ഈ മൗണ്ടൻ ഒരു യങ് മാനെ പോലെ സംസാരിക്കുന്ന പോലെയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഫിഷ് കൊണ്ടുവരുവാണ് മൗണ്ടൻ്റെ അടുത്തോട്ട്. അതായത് മൗണ്ടൻ്റെ ആ ഒരു സ്പിരിറ്റിനെ ഓഫർ ചെയ്യാൻ വേണ്ടി ഒരു ഫിഷ് ഒരു യങ് മാൻ കൊണ്ടുവരുവാണ്. ആൻഡ് പേഴ്സൺ തോട്ട് ഇഫ് ദ മൗണ്ടൻ ടുക്ക് പിറ്റി ഓൺ ഹിം, അയാൾക്ക് വോയിസ് ഇല്ല. അപ്പം മൗണ്ടനെ ഒരു ഗോഡായിട്ട് കണ്ട് അയാൾ, ആ സംസാരിക്കാൻ വയ്യാത്ത ആൾ, ഒരു ഫിഷ് കൊണ്ടുവന്ന് മൗണ്ടൻ്റെ ഫ്രണ്ടിൽ വെക്കുവാണ്. അയാൾ വിചാരിക്കുന്നത് വോയിസ് തിരിച്ച് കിട്ടും മൗണ്ടന് ഒരു ഫിഷ് ഓഫർ ചെയ്താലെന്ന്. പക്ഷേ അക്കോർഡിംഗ് ടു ദ മൗണ്ടൻ, സച്ച് ആക്ട്സ് ഓഫ് പ്ലീസിങ് എന്ന് പറയുന്നത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മോർ ഓവർ ഈ ഒരു എന്താണെന്നുണ്ടെങ്കിലും ഒരു ഷിഫ്റ്റ് വരും. ഇപ്പോൾ ഏത് കാലമാണെന്നുണ്ടെങ്കിലും, ഏത് ദിവസമാണെന്നുണ്ടെങ്കിലും, ഏത് ഒരു ടൈമിലെ മൊമെൻ്റ് എടുത്താലും ചേഞ്ചസ് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എസെൻസ് എന്നുള്ള കാര്യം സെയിം ആയിരിക്കും. അപ്പം മൗണ്ടൻ ഇങ്ങനെ പറയണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ, അതായത് ഇപ്പം പണ്ടും ആളുകൾ എനിക്കിങ്ങനെ ഓഫറിങ്സ് തന്നിട്ടുണ്ട്, ഇപ്പോഴും ആളുകൾ എനിക്ക് ഓഫറിങ്സ് തരുന്നുണ്ട്, പലതും പ്രതീക്ഷിച്ചുകൊണ്ട്, എക്സ്പെക്ട് ചെയ്തുകൊണ്ട്. അപ്പം മൗണ്ടൻ പറയുവാണ്, ഇതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഇൻസിഡൻസ് ആണ്. പണ്ടും ഇതുപോലെ തന്നെയായിരുന്നു, ഇപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. ചേഞ്ചസ് ഒരുപാട് ഹാപ്പൻ ചെയ്യുന്നുണ്ടെങ്കിലും പഴയ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണെന്നാണ് പറയുന്നത്. എസെൻസ് സെയിം തന്നെയാണെന്നാണ് പറയുന്നത്. സ്റ്റാൻസ 4 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൗണ്ടൻ്റെ ഗോഡ് ലൈക്ക് ക്വാളിറ്റീസ് വിശ്വസിച്ചാണ് ആ സംസാരിക്കാൻ വയ്യാത്ത ആൾ ഇവിടെ വന്ന് നിന്നത്. അപ്പം മൗണ്ടന് എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് റെസ്പെക്റ്റ് ആണ് അയാൾ അവിടെ കൊടുക്കുന്നത്, അല്ലെ, ഒരു ഗോഡ് ലൈക്ക് റെസ്പെക്റ്റ് ആണ് കൊടുക്കുന്നത്. അപ്പം ദെൻ ഇവിടെ ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത്, 4th സ്റ്റാൻസയ്ക്കകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഐ എന്നാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഐ എന്നുള്ളത് ഇവിടെ ഒരു സെക്കൻഡ് സ്പീക്കറായിട്ട് നമ്മുടെ പോയറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതായത് ഈ ഒരു മൗണ്ടനുമായിട്ടുള്ള ഒരു മോണലോഗിൽ പോയറ്റും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻസയാണ് സ്റ്റാൻസ 4 എന്ന് പറയുന്നത്. അപ്പോൾ പോയറ്റ് അങ്ങോട്ട് പറയുവാണ്, എന്താണ്, ഈ പേഴ്സൺ ഉണ്ടല്ലോ, ഈ മീൻ കൊണ്ടുവച്ച പേഴ്സൺ എന്ന് പറയുന്ന, ഓഫറിങ് കൊണ്ടുവച്ച പേഴ്സൺ എന്ന് പറയുന്നത്, അയാൾ മൗണ്ടൻ്റെ ഗോഡ് ലൈക്ക് ക്വാളിറ്റീസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഇതിവിടെ കൊണ്ടുവച്ചത്. ആൻഡ് അതുപോലെ തന്നെ ഈ സെക്കൻഡ് സ്പീക്കർ എന്ന് പറയുന്നത് പോയറ്റ് തന്നെയാണ്. പോയറ്റും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് മൗണ്ടൻ്റെ ഈ ഒരു കോൺവെർസേഷനകത്ത് അല്ലെങ്കിൽ മോണലോഗിനകത്ത്. സ്റ്റാൻസ 5 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും മൗണ്ടൻ്റെ ആ ഒരു ഒറ്റയ്ക്കുള്ള മോണലോഗാണ് വീണ്ടും ഹാപ്പൻ ചെയ്യുന്നത്, അതായത് ഒരു സളിലക്കി പോലെ. അപ്പോൾ മൗണ്ടൻ പറയുവാണ്, ഹീ ഈസ് ലൈക്ക് ആൻ ഓൾഡ് മാൻ. ഞാനിങ്ങനെ ഈ എന്താ പറയുക, ഈ ഒരു തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ ശ്വസിച്ച് എൻ്റെ സോളിനെ, എൻ്റെ ആത്മാവിനെ ഫ്രഷാക്കി ഞാൻ പക്ഷേ ഒരു വയസ്സായ ഒരു വൃദ്ധനെ പോലെ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണെന്ന് പറയുക. എനിക്ക് യൂത്ത് തരുന്നത് ഇവിടെയുള്ള കാറ്റും അതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പോയിട്ട് ബ്രീസ്, അതായത് കാറ്റിനെ ഇവിടെ ഒരു സിമ്പിൾ ഓഫ് യൂത്ത് ആയിട്ടാണ്, അല്ലെങ്കിൽ വൈബ്രൻസി ആയിട്ടാണ്, ഇവിടെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള നേച്ചറിനൊരു വൈബ്രൻസ് ഉണ്ടല്ലോ, ആ ഒരു വൈബ്രൻറ്റ് നേച്ചറിനെ അല്ലെങ്കിൽ ഒരു യൂത്ത്ഫുൾനെസ്സിനെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബ്രീസ് എന്ന് പറയുന്നത്. മോർ ഓവർ മൗണ്ടൻ പറയുവാണ്, ഈ മൗണ്ടൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ഒരു
എന്താ പറയുക, ഒരു ആകത്തുകയാണെന്നാണ്, അല്ലെങ്കിൽ ഒരു കളക്ടിവിറ്റി ആണെന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. അപ്പം ആ ഒരു വോയിസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീ വേവ്സിനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിൻഡിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഹ്യൂമൻസിൻ്റെ ലാംഗ്വേജ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ മൗണ്ടൻ്റെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്തിരിക്കത്തില്ല. അത് എറ്റേണൽ ആണെന്നാണ് പറയുന്നത്. ഹ്യൂമൻസിൻ്റെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഹ്യൂമൻ ബീയിങ്സ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും കാലത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ടൈമിനനുസരിച്ച്, മൊമെൻറ്റിനനുസരിച്ച്, ഓരോ ആളുകളുടെ അനുസരിച്ച്, ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് ഇത് റെസ്പോണ്ട് ഡിഫറൻ്റ്ലി അല്ലേ. പക്ഷേ നേച്ചർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൗണ്ടൻ എന്ന് പറയുന്ന അതിൻ്റെ വോയിസ് അല്ലെങ്കിൽ അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനൊരു മാറ്റവും വരത്തില്ല. സോ ദെൻ അത് കഴിഞ്ഞിട്ട് പറയുന്നത് മൗണ്ടൻ്റെ ഏൻഷ്യൻ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, അതായത് മൗണ്ടൻ്റെ ആ ഒരു, നമ്മളിപ്പോൾ മൗണ്ടൻ അല്ലെങ്കിൽ ഒരു നേച്ചറിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. മനുഷ്യൻ എങ്ങനെ എവല്യൂഷൻസ് ഹാപ്പൻ ചെയ്തു എന്നും, അല്ലെങ്കിൽ പണ്ടത്തെ ആളുകൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ നേച്ചറിനെ കുഴിച്ചു തോണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ മൗണ്ടൻ്റെ ഏൻഷ്യൻ്റ് ലാംഗ്വേജിൽ, അല്ലെങ്കിൽ മൗണ്ടൻ്റെ ആ ഒരു ലാംഗ്വേജിനകത്ത് നമുക്ക് മാൻകൈൻഡിന് വന്നിട്ടുള്ള ഹിസ്റ്ററി അല്ലെങ്കിൽ മിറക്കിൾസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പോയിട്ട് പറയുന്നത്. അതായത് മൗണ്ടന് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് ഉള്ളത്. മൊത്തത്തിൽ നേച്ചറിന് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് ഉള്ളത്. നേച്ചർ എല്ലാവർക്കും കൂടി വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ലൈൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. സ്റ്റാൻസ 6 എന്ന് പറയുന്നത് മൗണ്ടൻ അതിൻ്റെ യൂണിവേഴ്സാലിറ്റി എന്നുള്ള ആ ഒരു പേഴ്സണാലിറ്റിയെ അവിടെ റിഫ്ലക്റ്റഡ് ആക്കുവാണ്. അതായത് പറയുവാണ്, ഡെസേർട്ടിൻ്റെ പോലെ തന്നെ ഞാൻ ഡ്രൈ ആണ്, അതുപോലെ തന്നെ മൺസൂണിൻ്റെ പോലെ തന്നെ ഞാൻ മോയ്സ്ചറും എൻ്റെ ഉള്ളിലുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അതായത് വെസ്റ്റിൽ താമസിക്കുന്ന ഒരു ബേർഡുമാണ് ഞാൻ. അതുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ പാർട്ടിക്കിളും, ഓരോ ജീവൻ്റെ പാർട്ടിക്കിളും ഞാൻ തന്നെ ആകുന്നു എന്ന് മൗണ്ടൻ പറയുവാണ്. അതായത് 1000 years ഓഫ് എഗോ ഉണ്ടായിരുന്നതാണെങ്കിലും ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും എല്ലാം എൻ്റെ ഈ മൗണ്ടേനിയസ് സ്പിരിറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഒന്നും ഡിഫറൻ്റ് അല്ല. ഈ നേച്ചറിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒരു അംശമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു എസൻസ് ഉണ്ടെന്നാണ് മൗണ്ടൻ പറയുന്നത്. അതായത് നേച്ചറിലുള്ള എല്ലാ കാര്യങ്ങളും ഈക്വൽ ആണ് ആൻഡ് ദേ ആർ വൺ. ഓക്കെ. പിന്നെ ദെയർ ആഫ്റ്റർ മൗണ്ടൻ എന്ന് പറയുന്നത് ലൈക്ക് ആൻ ഓൾഡ് മാൻ റിക്കളക്ട് ഹിസ് തോട്ട്സ്. അതായത് ഐ നോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതായത് ആ മൗണ്ടൻ്റെ വിസ്ഡം അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ കാണിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. പിന്നെ മമങ് ദായ് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത് സിമിലി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ലൈക്ക് റോക്സ് എന്ന് പറയുന്നുണ്ട്, കല്ലുകളെ പോലെ. അപ്പം മൗണ്ടൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കല്ലിന് വരുന്ന ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ, ഒരു മരത്തിന് വരുന്ന ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ മൗണ്ടനെ പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ഒരു ഓൾഡ് മാൻ്റെ കണക്കുള്ള ഒരു വിസ്ഡം ഉണ്ട്, അതിനൊരു നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതിങ്ങനെ എല്ലാം കണ്ടും കേട്ടും കുറേ വർഷമായിട്ട്, അല്ലെങ്കിൽ കുറേ കോടാനുകോടി വർഷങ്ങളായിട്ട് അതിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ വരുന്ന മാറ്റങ്ങളാണെങ്കിലും മനുഷ്യരിൽ വരുന്ന മാറ്റങ്ങളാണെങ്കിലും എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ചെറിയൊരു കല്ലിനൊരു ഇളക്കം തട്ടിയാലും മൗണ്ടൻ അത് അറിയുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ മൗണ്ടൻ പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്കൊരു ക്ലൗഡിനെ കണ്ടാൽ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. അതായത് ക്ലൗഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ആകാം ഇവിടെ പറയുന്നത്. ഒരു ക്ലൗഡിനെ കണ്ടാൽ അത് ക്ലൗഡാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ എനിക്കറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ സാധിക്കും. കാരണം ഞാൻ കുറേ നാളായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് തോട്ട്സിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ആൻഡ് ദെൻ സ്റ്റാൻസ 7 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോപ്പ്ലെസ്നെസ്, യൂണിവേഴ്സിൽ ഹാപ്പൻ ചെയ്യുന്ന ആ ഒരു ഹോപ്പ്ലെസ്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. നേച്ചർ എപ്പോഴും പെർമനൻസിന് വില കൊടുക്കുന്ന അല്ലെങ്കിൽ വാല്യൂ കൊടുക്കുന്ന ഒരു എലിമെൻ്റാണ്. ഹ്യൂമൻ ബീയിങ്സ് പക്ഷേ ആ ഒരു പെർമനൻസിനില്ല അല്ലേ. സോ അപ്പം ഈ ഒരു എന്താ പറയുക, മൗണ്ടൻ പറയുന്നത് പീസ് അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഡേ ഡ്രീമാണ്. അപ്പം ഈ ലൈഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. വാർ ഓഫ് ലൈഫ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒള്ളി നമുക്ക്, അതായത് ലൈഫിൽ നമുക്ക് ഇപ്പോൾ ഒരാൾ മരിച്ചു പോവുകയാണ്, അപ്പോൾ അവിടെ ഒരു പോസ് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പാണ് അവിടെ ഹാപ്പൻ ചെയ്യുന്നത് അല്ലേ. അതിനുശേഷവും ലൈഫ് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ വാർ ഓഫ് ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒള്ളി അവിടെ പോസസ് മാത്രമേ, ഇടയ്ക്കിടയ്ക്കുള്ള കുറച്ച് നിർത്തലുകൾ മാത്രമേ അവിടെ ഹാപ്പൻ ചെയ്യുന്നുള്ളൂ. അപ്പം ഇവിടെ സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് ഇല്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു ഡ്രീം ലൈക്ക് തിങ് ആണെന്നാണ് മൗണ്ടൻ പറയുന്നത്. സ്റ്റാൻസ 8 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയറ്റ്
ഒരു വാരിയറിനെ കുറിച്ച് പറയുവാണ്. പിന്നെ ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത് പോയിട്ട് പറയുന്നത് 8th സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാരിയറിൻ്റെ ഇമേജ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. വാരിയർ കൊണ്ടുവരുന്നത് പിയോണി എന്ന് പറഞ്ഞ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ബ്ലഡുമായിട്ടാണ് ആ വാരിയർ വരുന്നതെന്നാണ് പറയുന്നത്. സോ ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ സ്ട്രഗിളും കാണും, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സും കാണും. അങ്ങനെ കോഎക്സിസ്റ്റ് ചെയ്യുന്നതാണ് ലൈഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൗണ്ടന് ഒരു ചൈൽഡ് ലൈക്ക് സ്പിരിറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഇപ്പോൾ പോയി എന്ന് മൗണ്ടൻ തന്നെത്താനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കോൺട്രാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ടൻ ഇതുപോലെ ഒരു സ്കൈയിൽ നക്ഷത്രങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു സ്കൈയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സമ്മർ സീസൺ, വളരെ ചൂടുള്ള സമ്മർ സീസണെ കുറിച്ചും അതിൻ്റെ ഹോട്ട്നെസ്സിനെ കുറിച്ചും ഇവിടെ സംസാരിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ടൻ പറയുന്നത് വൺസ് ഇറ്റ് വാസ് എ വുമൺ ആയിരുന്നു, പക്ഷേ ഞാൻ എന്താണ് ടൈമിൽ ഇങ്ങനെ ഞാൻ നഷ്ടപ്പെട്ടു, അതായത് ആ ഒരു കാലം പോയ അനുസരിച്ച് പണ്ട് ഞാനൊരു സ്ത്രീ ആയിരുന്നു എന്ന് പറയുവാണ്. കാലത്തിൻ്റെ ആ ഒരു പോക്കിൽ ഞാനും നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ്സ് എനിക്കും നഷ്ടമായി എന്ന് ഇദ്ദേഹം പറയുവാണ്. അതായത് ഈ ഒരു എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എന്തൊക്കെ ചേഞ്ചസ് വന്നാലും ഞാനിവിടെ എറ്റേണലി ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. അതായത് മൗണ്ടന് ഒരുപാട് മാറ്റങ്ങൾ വഴിക്ക് വെച്ച് ഞാൻ ഒരുപാട് സംഭവിച്ചു. അതാണ് ആ കോൺട്രാസ്റ്റിംഗ് ഇമേജസ് പറയുന്നത്. ബോത്ത് ലൈഫ് ബ്യൂട്ടിഫുള്ളുമാണ്, അതുപോലെ തന്നെ സമ്മറിനെ പോലെ പ്രശ്നവുമാണ്, ഹോട്ട്നെസ്സും കാണും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, സ്ട്രഗിളും കാണും. ഒരേ സമയത്ത് എന്താണ് സ്റ്റാർ ലിറ്റ് സ്കൈ പോലെയായിരിക്കും ലൈഫ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇതിൻ്റെ എല്ലാം മിഡ്സ്റ്റിൽ അല്ലെങ്കിൽ മിഡിലിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുകയാണ് എറ്റേണലി ഹാപ്പി ആയിട്ട്. സ്റ്റാൻസ 9 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൗണ്ടൻ്റെ ആ ഒരു വലിയൊരു എന്താ പറയുക ഗൈഗാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു ഫിഗറിനെ കുറിച്ച് സംസാരിക്കുവാണ്. പിന്നീട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രീത്ത് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, നേരത്തെ പറഞ്ഞ ആ ഒരു ഇത് തന്നെ. അതുപോലെ തന്നെ മൗണ്ടൻ ഇങ്ങനെ കമ്പാരിസൺസ് നടത്തുവാണ്. ഈ ട്രീസിൻ്റെ ടിപ്പിലൊക്കെ വന്ന് നിൽക്കുന്ന സൂര്യപ്രകാശമാണ് ഞാനെന്ന് പറയുന്നുണ്ട് മൗണ്ടൻ. പിന്നെന്താണ്, ഒരു വിൻഡായിട്ട് മാറുന്നുണ്ട് ഞാൻ. പിന്നെ ഒരു നാരോ പാസേജിലോട്ട് പോകുന്ന, വളരെ സ്പീഡിൽ പോകുന്ന ഒരു വിൻഡായിട്ട് മൗണ്ടനെ തന്നെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൗണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ മെമ്മറി എസ്കേപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി കണ്ട് ആളുകൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മൈൻഡിലുള്ള വറീസ് എല്ലാം നഷ്ടമായി പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈം വർക്ക് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത് മൗണ്ടൻസിൽ. അങ്ങനെ ഒരു കോട്ടും ഉണ്ട്. മൗണ്ടൻസിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫൊർഗെറ്റ് ചെയ്യും, നമ്മൾ ഡേയ്സും മന്ത്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനെന്ന് പറയും. അതായത് മൗണ്ടൻസിൽ മാത്രമാണ് മിത്ത് ഓഫ് ടൈം വർക്ക് ചെയ്യാത്ത ഒരേ ഒരു സ്ഥലം. കാരണം ആ മൗണ്ടൻ്റെ ഭംഗി കണ്ട് നമ്മൾ അതിലിങ്ങനെ ലയിച്ചിരിക്കുവാണ് നേച്ചറിൽ. സോ നമ്മൾ വി ഫൊർഗെറ്റ് ടു കൗണ്ട് ദ ഡേയ്സ് അല്ലെങ്കിൽ മന്ത്സ്. ഓക്കെ. പിന്നെ അപ്പോൾ ഇവിടെ ഒരാൾക്ക് മൗണ്ടനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രാക്ക് ഓഫ് ടൈം നമ്മൾ ഒരിക്കലും കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. അവിടെ വെച്ച് ടൈം സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് പോയിട്ട് പറയുന്നത്. ആൻഡ് ദെൻ പിന്നീട് പോയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോയിറ്റ് ഇൻ്റർവ്യൂ ആണ്, സെക്കൻഡ് സ്പീക്കർ ഇൻ്റർവ്യൂ ആണ്. പോയിറ്റിക് പേഴ്സണെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൻ്റെ മൈൻഡിലുള്ള സ്ലീപ്പാണ് താനെന്ന് ഈ സെക്കൻഡ് സ്പീക്കറായിട്ടുള്ള പോയിറ്റ് പറയുവാണ്. അതായത് പോയറ്റും ഈ മൗണ്ടൻ്റെ സ്പിരിറ്റും തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. പോയത്തിലൂടെ ആ ഒരു എഴുതിയിരിക്കുന്ന വർക്ക്സിലൂടെ അവരും മൗണ്ടനെ പോലെ എറ്റേണൽ ആയിട്ടുള്ളൊരു സ്പിരിറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എലിമെൻ്റ് ആണെന്നാണ് പോയിട്ട് പറയുന്നത്. സോ ഇൻ എ വേ എനിക്കും മൗണ്ടനും തമ്മിലും സിമിലാരിറ്റീസ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതാണ് അവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതേപോലെ സിമിലർ പോംസ് ഒരുപാടുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഹെൻറിക് ഇബ്സൺ എഴുതിയിട്ടുള്ള മൗണ്ടൻ ലൈഫ്, അതെന്ന് പറയുന്നത് മൗണ്ടനെ ഒരു പാരഡൈസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത മൗണ്ടൻ എന്ന് പറയുന്ന ഒരു ഹെവൻലി പ്ലേസ് ആയിട്ടാണ് ഇതിനകത്ത് ഇമേജ് പറയുന്നത്. അതുപോലെ തന്നെ മൗണ്ടൻ ആൻഡ് ദ സ്ക്വിറൽ എന്നും പറഞ്ഞ് റാൽഫ് വാൾഡോ എമേഴ്സൺ എഴുതിയിട്ടുള്ളൊരു പോയമുണ്ട്. അത് മൗണ്ടനും സ്ക്വിറലും ക്വാറൽ ചെയ്യുന്നു അതിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ കുറിച്ച്. പിന്നെ പാബ്ലോ നെറൂഡയുടെ ഓഡ് ടു ത്രെഡ് എന്ന് പറഞ്ഞൊരു പോയമുണ്ട്. അതിനകത്ത് മൗണ്ടനെ കുറിച്ചുള്ള മെറ്റാഫോറിക്കൽ റിഫറൻസസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ദെൻ JRR ടോക്കിൻ്റെ ഫാർ ഓവർ ദ മിസ്റ്റി മൗണ്ടൻസ് കോൾഡ് എന്നുള്ള ഒരു പോയമും ഉണ്ട്. അതിനകത്തും ഇമ്പോർട്ടൻസ് ഓഫ് എ ലോൺലി മൗണ്ടൻ അതാണ് ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നത്. സോ ഇതിനകത്ത് നേച്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ നേച്ചറിൻ്റെ ആ ഒരു എറ്റേണിറ്റിയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ മൗണ്ടൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് റോൾസിനെ കുറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻസ് വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.